Hello, my dear friends. I am Binoy. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്, അതാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് മോശം റിസൾട്ടാണ് കാഴ്ചവെച്ചത്. ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യത, നമ്മളെ മാതിരി ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനുള്ള ഒരു സാധ്യത ഇത് കൂടുതൽ കിട്ടും. കാരണം ഓപ്പറേറ്റേഴ്സ് ഈ ഒരു ചാൻസിൽ ഈ സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് മോശം ആയതുകൊണ്ട് തന്നെ അതിനെ അടിച്ച് താത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതൊരു ഓപ്പർച്യൂണിറ്റിക്ക് മാറ്റാം. അങ്ങനെ സപ്പോസ് ആ സ്റ്റോക്ക് ഒരു 1400 1500 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്യുമുലേറ്റ് ചെയ്യാം. കാരണം വിത്തിൻ 2-3 ഇയേഴ്സ് നിങ്ങൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇയർ ഹൈ കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും പൊട്ടൻഷ്യൽ സ്റ്റോക്കാണ്. സോ എൻട്രി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊരു അവസരമായിട്ട് മാറ്റാം. കാരണം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ക്വാർട്ടർ റിസൾട്ടും സൂപ്പർ അയക്കുന്നതാണ്. പക്ഷേ റിസൾട്ട് മോശമായിരുന്നു. 48% ഫോള് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിൽ, 13% ഫോള് റവന്യൂ ബേസിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇത് മാക്സിമം ഓപ്പറേറ്റേഴ്സ് ഇതിനെ കടിച്ച് താത്തിക്കൊണ്ട സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ വാങ്ങാം. പ്രസന്റ് പ്രൈസ് 1725 എനിക്ക് തോന്നുന്നു ഒരു 1400 to 1500 ലെവലിൽ ബെസ്റ്റ് എൻട്രി പോയിന്റ് ആയിരിക്കും. കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വെയിറ്റ് ചെയ്യുക, കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാം, മിണ്ടാതെ നിൽക്കുക. കാരണം ഷിപ്പ്യാർഡ് സെക്ടർ തന്നെ സൂപ്പർ സെക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പല സെക്ടേഴ്സും സാധാരണ കേസിൽ പല ഡിഫൻസിലെ ഒട്ടുമിക്ക സെക്ടേഴ്സ് നമ്മൾ ഇവിടുന്ന് സാധനം ഇമ്പോർട്ട് ചെയ്യുന്നു, പല രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. ഇപ്പം അതല്ല, ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ ഡിഫൻസ് സംഭവം, എല്ലാ സംഭവം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണം. BEL, ബയോർ ഡൈനാമിക്സ്, GRS കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടതാണ്. നല്ലോണം കയറി പോയിട്ടുണ്ട്. 2810 വരെ ഇന്നലെ സ്റ്റോക്ക് പോയി. സോ ഷിപ്പ്യാർഡ് സെക്ടറിൽ തന്നെ ഒരു റവല്യൂഷൻ ഉണ്ടാവാൻ പോവാണ്. 70,000 കോടിന്റെ ഒരു ഫിനാൻഷ്യൽ പാക്കേജ് ആണ് ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് റിപ്പയേഴ്സ് ആ സെക്ടറിൽ വേണ്ടിയിട്ട് ഇന്ത്യ മാറ്റിച്ചത്. ജസ്റ്റ് ഒരു ക്യാബിനറ്റ് അപ്രൂവൽ മാത്രം മതി. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. 70,000 കോടിന്റെ പാക്കേജ്, അത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ എല്ലാ സ്റ്റോക്സും അടിച്ചു കയറും. പ്രത്യേകിച്ചും ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് റിപ്പയർ ആൻഡ് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിലാണ് 70,000 കോടിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നത്. ചെറിയൊരു ന്യൂസ് അല്ല, അത് വലിയ ന്യൂസാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സ്റ്റോക്കിൽ ഈ ക്വാർട്ടർ റിസൾട്ട് മോശമായത് ചിലപ്പോൾ അനുഗ്രഹമായി മാറിയേക്കാം നമ്മളുമായിട്ടുള്ള റീറ്റെയിൽ ന്യൂസ് എൻട്രി ചെയ്യാനുള്ള. ഈ ഒരു ലെവൽ എൻട്രി ചെയ്യണ്ട. മാക്സിമം 1400-1500 ലെവലിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. ഇന്ത്യനെ ഒരു ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ് ഹബ്ബാക്കി മാറ്റാനാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ അല്ല. സാധാരണ കേസിൽ ഷിപ്പ് ബിൽഡിംഗ്, പോർട്ട്, ഇങ്ങനെ സെക്ടറൊക്കെ ഒരു രാജ്യത്തിൻ്റെ എക്കോണമി സ്ട്രെങ്ത് ആണ് അത് കാണിക്കുന്നത്. സെൽഫ് റിലയൻസ് ആണ് കാണിക്കുന്നത്. സോ ഈ ഒരു സെക്ടറിൽ ഇന്ത്യൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ തന്നെയുള്ള മൊത്തം ഷിപ്പ് ബിൽഡിങ്ങിന് 5% മുതൽ 10% ഷെയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അയക്കുമെന്നാണ് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ആവട്ടെ. ആയിക്കഴിഞ്ഞാൽ ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിലുള്ള ഈ എല്ലാ സ്റ്റോക്കും അടിച്ചു കയറും. ഇപ്പോൾ ഡിഫൻസ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് സൂപ്പർ റിസൾട്ടാണ് കൊടുത്തത്. അതിനൊക്കെ പി റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പി റേഷ്യോ അത്ര ഹൈയിലൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് 1400-1500 ലെവലിലേക്ക് സ്റ്റോക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അതൊരു റീസണബിൾ പി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വളരെ 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 ബ്രൈറ്റ് ആണ്. ഈ അവർ റീസെൻ്റ്ലി ഒരു HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആയിട്ട് ഒരു HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് കമ്പനി ആയിട്ട് ലോങ് ടേം കൊളാബറേഷൻ ഷിപ്പ് ബിൽഡിങ്ങിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 15,000 കോടി ഷിപ്പ് യാർഡാണ് തമിഴ്നാട്ടിൽ അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ജോലി സാധ്യതകളാണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഷിപ്പ് ബിൽഡിങ്ങിന് കൊച്ചി ഷിപ്പിന് മുന്നിലുള്ള ഐഡിയാസ് വളരെ വളരെ വലുതാണ്. ഓർഡർ പൊസിഷൻ വളരെ വലുതാണ്. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഉണ്ടാക്കുന്ന ഷിപ്സ് ഈ ഒരു റീസെന്റ് ടൈമിൽ അതിൻ്റെ ക്വാളിറ്റി, വാർഷിപ്സ്, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുണ്ട്. സോ ഇതുവരെ ഇമ്പോർട്ട് ചെയ്തിരുന്ന രാജ്യം ഇനി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. പല GRSന്റെ കേസിലും അങ്ങനെ തന്നെയാണ്, BDL കേസ് എങ്ങനെയാണ്, BL കേസിൽ എങ്ങനെയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഭാഗമായിട്ട് റീസെൻ്റ്ലി ഒക്ടോബർ 14, 2025 അവർക്ക്
ഒരു മെഗാ ഓർഡർ യൂറോപ്യൻ ക്ലയൻസിന് അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് 6 ഫീഡർ കണ്ടെയ്നർ വെസൽസ്. 2000 കോടിയുടെ ഓർഡറാണ് കിട്ടിയത്. അവര് ഓർഡർ കൊടുത്ത യൂറോപ്യൻ ക്ലയൻസിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും പല പല ഓർഡേഴ്സും, ഇത് ചെറിയ ഓർഡർ അല്ല, ഇനിയും പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടാൻ പോവാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു സേഫ് ആൻഡ് എന്താ പറയാ, ഒരു മൾട്ടി ബാഗർ ബെറ്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കാരണം 70,000 കോടിന്റെ ഫിനാൻഷ്യൽ പാക്കേജ് വന്നാൽ തന്നെ ഈ സെക്ടർ ഒന്നിച്ച് മാറാൻ പോവാണ്. സോ ഞാൻ പറയുന്നത് 1700 ഒരു 2979 ഇയർ ഹൈ. അതൊക്കെ കട്ട് ചെയ്ത് പോകും, 3200 പോകും. പക്ഷെ നിങ്ങൾ ഈ ലെവലിൽ വാങ്ങണ്ട, കുറച്ച് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു 1400 1500 കിട്ടും, കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഓപ്പർച്യൂണിറ്റീസ് അതിനെ കളി താഴ്ത്തി കൊണ്ടുവരും. അതുകൊണ്ടാണ് പറയുന്നത് കാത്തു നിൽക്കാൻ. ഇതൊക്കെയാണ് ഓവറോൾ ആയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ റിവ്യൂ. ഇനി നമുക്ക് അതിന്റെ ഈ പ്രസന്റ് പൊസിഷൻസ് നോക്കാം. പ്രസന്റ് പ്രൈസ് 1725, എൻ്റെ ഇയർ ഹൈ 2979, ഇയർ ലോ 1180. പി റേഷ്യോ 59.76 ആണ്. ഇൻഡസ്ട്രിയൽ പി 48.87, കുറച്ച് കൂടുതലാണ്. ഈ റിസൾട്ട് മോശമായതിന് കുറച്ച് കുറഞ്ഞേക്കാം. പക്ഷെ എന്നിരുന്നാലും ബി ഡി കമ്പയർ ചെയ്യുമ്പോൾ എത്ര പി റേഷ്യോ കുറവ് തന്നെയാണ്. പിന്നെ EPS 28.87 ഉണ്ട്. ബുക്ക് വാല്യൂ 24 ആണ്. അത്യാവശ്യം ഇൻട്രൻസിക് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ്. ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഷെയർ ക്യാപിറ്റൽ 230 കോടിയേ ഉള്ളൂ. റിസർവ് 544 കോടിയുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഗവൺമെന്റിന്റെ കയ്യിൽ 68%, FISന്റെ കയ്യിൽ 3.22, FIS 3.87, 3.22 ഇത് കുറച്ചിട്ടുണ്ട്. അതേസമയം DIS 6.32, 6.48 കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ എല്ലാ ക്വാർട്ടറിലും അങ്ങോട്ടും കൂടി ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്വാർട്ടറൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് കുറച്ച് ഇറക്കി കൊണ്ടുവന്നിട്ട് അവിടെ ലെവലിനായിരിക്കാം ഇനി ഫെർദർ അക്യുമുലേഷൻ FISനും DISനും ഭാഗത്തിന് ഉണ്ടാവും. സോ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ വാങ്ങാം. അതുകൊണ്ട് ലോങ് ടേമിലേക്ക് ആപ്റ്റായ സ്റ്റോക്കാണ്. വലിയൊരു കമ്പനിയായി ഇപ്പോൾ ഇന്ത്യയിലെ പ്രസ്റ്റേജിയസ് കമ്പനിയായി ഇപ്പോൾ മാറാൻ പോകുന്ന കമ്പനിയാണ്. ഓൾറെഡി മാറിക്കഴിഞ്ഞു, ഇനിയും ആവാൻ പോകുന്ന കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 1400, 1500 ലെവൽ എൻറ്റർ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, പേഷ്യൻസ് ഹോൾഡ് ചെയ്യുക. വിത്തിൻ 1 to 2 years അതിൻ്റെ ഇയർ ഹൈ ആയ 2900 കട്ട് ചെയ്ത് ഒരു 3000-3500 രൂപയ്ക്ക് പോകാനുള്ള കപ്പാസിറ്റിയുള്ള കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു സിബിൽ രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസർ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റോക്കിൽ റിസ്ക് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാ ക്യാഷ് കൊടുത്തിട്ട് ഒരു പ്രത്യേക സ്റ്റോക്ക് ഇടാൻ പാടില്ല. പല സെക്ടറിലായിട്ട് സെക്ടർ ലീഡേഴ്സിൽ ഡിവൈഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. സോ പുതുതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.